ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഡിമോണിറ്റൈസേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ഡിമോണിറ്റൈസേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസി ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഈ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മളൊരു ഗവൺമെൻറ് പോളിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഏതായിരുന്നു ഗവൺമെൻറ് പോളിസി? ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991, അഥവാ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ ഗവൺമെൻറ് കൊണ്ടുവന്ന ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ആ ഇൻഡസ്ട്രിയൽ പോളിസി വന്നത് മൂലം ബിസിനസ്സിലും ഇൻഡസ്ട്രീസിലും എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് ഉണ്ടായത്, എന്തൊക്കെയായിരുന്നു ആ പോളിസിയുടെ അനന്തരഫലങ്ങൾ, ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The policy of liberalization, privatization and globalization of the government has made a significant impact on the working of enterprises in business and industry. അപ്പം ഒരു സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റാണ് ഇൻക്രീസിങ് കോമ്പറ്റീഷൻ, എന്ന് വെച്ചാൽ ഉയർന്ന തോതിലുള്ള മത്സരം. അപ്പോൾ ഈ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ ഉണ്ടായപ്പം എന്താ പറ്റിയത്? പ്രധാനമായിട്ടുള്ളൊരു മാറ്റമായിരുന്നു ലൈസൻസുകൾ. എല്ലാ ഇൻഡസ്ട്രീസും ലൈസൻസ് വേണ്ടാന്നാക്കി, ചില ഇൻഡസ്ട്രീസിന് മാത്രം ലൈസൻസ് കമ്പൽസറി ആക്കി. അപ്പോൾ കുറേ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ലൈസൻസ് കമ്പൽസറി അല്ലാതാക്കി ലിബറലൈസേഷൻ വന്ന മൂലം. പ്രൈവറ്റൈസേഷൻ വന്നപ്പം ഫോറിൻ കമ്പനീസിന് അല്ലെങ്കിൽ ഫോറിൻ ആൾക്കാർക്ക് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അപ്പം ഇതെല്ലാം കൊണ്ട് അപ്പം ഈ ഉദാരവൽക്കരണത്തിലൂടെ ലൈസൻസുകൾ ഇളവ് ചെയ്തത് മൂലവും പിന്നെ കൂടുതലായിട്ട് ഫോറിൻ കമ്പനീസിൽ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ മൂലം അതുകൊണ്ടെല്ലാം കൊണ്ടും ഇന്ത്യയിൽ കോമ്പറ്റീഷൻസ് ഇൻക്രീസ് ചെയ്തു. അപ്പം ലിബറൽ ലൈസൻസിങ് ആൻഡ് എൻട്രി ഓഫ് ഫോറിൻ ഫേംസ് മെയ്ഡ് കോമ്പറ്റീഷൻ ഫോർ ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. ഇന്ത്യൻ ഇൻഡസ്ട്രീസിൽ കോമ്പറ്റീഷൻസ് കൂടി. അത് ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ശേഷം വന്നൊരു മാറ്റമാണ്. സെക്കൻഡ് ഇമ്പാക്റ്റ്, മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് വേണ്ട പ്രൊഡക്ട്സ്, അവർക്ക് വേണ്ട ക്വാളിറ്റി, ഏത് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് വേണ്ടത്, അങ്ങനെയുള്ള ഡിമാൻഡുകൾ കൂടി കസ്റ്റമേഴ്സിൻ്റെ. അപ്പോൾ കൂടുതൽ ആവശ്യപ്പെടുന്ന ഉപഭോക്താക്കളായി. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷർട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ ഷർട്ട് മേടിക്കാൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പം നമ്മൾക്ക് തന്നെ അറിയാമല്ലേ, ഇന്ന ബ്രാൻഡ് ഷർട്ടിന് ഇത്രയും വിലയാകും, ഇന്ന ബ്രാൻഡിന് ഇത്രയും വിലയാകും. അപ്പം ജസ്റ്റ് നമ്മളോട് പറയുക ഒരു ലെവിസിൻ്റെ ഷർട്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് ഷർട്ടിന് 300 രൂപയ്ക്ക് ഒരു ബ്രാൻഡഡ് ഷർട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളപ്പം എന്താ പറയുക, അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, അത് ഒറിജിനൽ ആയിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, ആ ബ്രാൻഡിന് നല്ല വിലയുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്രയും വിലയിൽ അത് കിട്ടൂല എന്ന് നമുക്കറിയാം. അപ്പം കസ്റ്റമേഴ്സിന് കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസും കിട്ടി, കൂടുതലായിട്ടുള്ള ചോയ്സസും കിട്ടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു ഷർട്ട് മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് കുറേ ചോയ്സസ് ഉണ്ടല്ലേ. ഇപ്പോൾ LP, അലൻസോളി, പീറ്റർ ഇംഗ്ലണ്ട്, ലെവിസ്, അങ്ങനെ കുറേ ചോയ്സസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കോമ്പറ്റീഷൻ കൂടുതലായത് മൂലം കസ്റ്റമേഴ്സിന് കൂടുതൽ വൈഡർ ചോയ്സും കിട്ടി, കൂടുതൽ ഇൻഫർമേഷൻസും അവർക്കറിയാൻ പറ്റി. ഇതൊക്കെ കൊണ്ട് ആളുകൾക്ക് കൂടുതൽ നല്ല ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള പ്രൊഡക്ട്സ് കിട്ടിത്തുടങ്ങി. അപ്പോൾ കസ്റ്റമേഴ്സ് have got a wider choice and they are well informed, hence they become more demanding and go for better quality. തേർഡ് പോയിന്റ്, റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക പരിസ്ഥിതി. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക പരിസ്ഥിതി. അപ്പം ഈ കോമ്പറ്റീഷനൊക്കെ ഇൻക്രീസ് ചെയ്തത് മൂലവും കസ്റ്റമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. വെൽ ഇൻഫോംഡ് ആണ് കസ്റ്റമേഴ്സ്, അപ്പോൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യാനും തുടങ്ങി. അതൊക്കെ മൂലം കൂടുതൽ വെറൈറ്റി പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വന്നു. അപ്പം അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് ക്വാളിറ്റി മെഷീനറീസും പിന്നെ ക്വാളിറ്റി പ്രൊഡക്ട്സും ഒക്കെ നിർമ്മിച്ചു. ഈ ക്വാളിറ്റി പ്രൊഡക്ട്സും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് പ്രൊഡക്ട്സും ഒക്കെ നിർമ്മിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? സ്മോൾ സ്കെയിൽ ഫേംസിന്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അതൊരു വെല്ലുവിളിയായി, അതൊരു ചലഞ്ചായി. കാരണം അവർക്കുള്ളത് ഒരു ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് അവർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സും ഗുഡ് മെഷീൻസും ഒക്കെയാണ് അവർക്കുള്ളത്. അപ്പം
ഈ അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് കോമ്പറ്റീറ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയ പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അതൊരു ചലഞ്ചായി വന്നു. അപ്പം അഡ്വാൻസ്ഡ് ടെക്നോളജി പ്രൊവൈഡ്സ് ഇംപ്രൂവ്ഡ് മെഷീനറി ആൻഡ് ബെറ്റർ ക്വാളിറ്റി. സ്മോളർ ഫേംസ് find it difficult to cope up with these rapid changes in technology. ഈ ടെക്നോളജിയിലുണ്ടായ പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ സ്മോളർ ഫേംസിന് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഫോർത്ത് പോയിൻ്റാണ് നെസസിറ്റി ഫോർ ചേഞ്ച്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റം. അപ്പം നെസസിറ്റി ഫോർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്കുള്ള ആവശ്യകത എന്ന് വെച്ചാൽ മാറ്റങ്ങൾ അത്യാവശ്യമായിട്ട് വന്നു. അപ്പോൾ കോമ്പറ്റീഷൻസ് കൂടി, കസ്റ്റമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ വന്നു തുടങ്ങി. അതൊക്കെ കൊണ്ട് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് കണ്ടിന്യൂസ്ലി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട വന്നു, അഥവാ ഇംപ്രൂവ് ചെയ്യേണ്ട വന്നു. അല്ലെങ്കിൽ ആ ബിസിനസ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് സക്സസ്ഫുൾ അല്ലാതായി പോകുമായിരുന്നു ഈ ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പം ഫേംസ് ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ട വന്നു. ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 വന്നതുകൊണ്ട് കൂടുതൽ ചേഞ്ചസും കൂടുതൽ കമ്പനീസ് ബിസിനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസ് എല്ലാം ചേഞ്ചസിന് വിധേയമാകേണ്ടി വന്നു. അപ്പോൾ ബിക്കോസ് ഓഫ് എക്കണോമിക് റിഫോംസ് ഇൻ 1991 ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് LPG, മാർക്കറ്റ് ഫോഴ്സസ് ബിക്കം turbulent എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ, വിച്ച് നെസസിറ്റേറ്റഡ് ഫേംസ് ടു ചേഞ്ച് ഓർ മോഡിഫൈ ദെയർ ഓപ്പറേഷൻസ് കണ്ടിന്യൂസ്ലി. അപ്പം ഇങ്ങനെ മാർക്കറ്റ് ഫോഴ്സസ് ഒക്കെ മൂലം ഫേംസ് ഈ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്, നെസസിറ്റി ഫോർ ചേഞ്ച്. ഫിഫ്ത്ത് പോയിന്റ്, നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് വെച്ചാൽ മാനവ വിഭവശേഷി വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പം ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു നെസസറി ആയിട്ട് വന്നു, ഒരു നീഡായിട്ട് വന്നു ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിന് മോഡേൺ മെഷീനറീസും കമ്പ്യൂട്ടറും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുടെ കഴിവും കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കണം. അല്ലെങ്കിൽ അവർക്കൊന്നും ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സസിനെ അഥവാ മനുഷ്യ വിഭവശേഷിനെ ഇൻക്രീസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. ദ ന്യൂ മാർക്കറ്റ് കണ്ടീഷൻസ് ഡിമാൻഡ് പീപ്പിൾ വിത്ത് ഗ്രേറ്റർ കോമ്പീറ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഹെൻസ് ദ നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് അറൈസ്. അപ്പം 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി കാരണം നീഡ് ഫോർ ഇംപ്രൂവിങ് അഥവാ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായി. അപ്പം ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. സിക്സ്ത് പോയിൻ്റാണ് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ. മാർക്കറ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ വിപണി ക്രമീകരണം എന്ന് പറയും. എന്താണ് ഈ വിപണി ക്രമീകരണം അഥവാ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ? പണ്ട് കാലങ്ങളിൽ ബിസിനസ്സിന് ആദ്യം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ഇതെവിടെ സെല്ല് ചെയ്യണം, ഇതിനെവിടെയാണ് മാർക്കറ്റ്, സെല്ല് ചെയ്യാൻ നല്ല മാർക്കറ്റ് എവിടെയാണ് ആളുകൾ വാങ്ങിക്കുക എന്നൊക്കെ നോക്കിയിട്ട് ആ മാർക്കറ്റിൽ കൊണ്ടുപോയി സെല്ല് ചെയ്ത് ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതായിരുന്നു ബിസിനസ്സിൻ്റെ ഒരു രീതി. പക്ഷെ എന്നാൽ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 വന്നതിന് ശേഷം കൂടുതലും മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയി. എന്ന് വെച്ചാൽ ആദ്യം മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും, എന്നിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്യും, എന്നിട്ട് ഏത് പ്രൊഡക്റ്റാണ് മാർക്കറ്റിന് ആവശ്യം അഥവാ ഇൻഡിവിജ്വൽസിന് ഏത് പ്രൊഡക്റ്റാണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഓർഗനൈസേഷൻസ്. അപ്പം ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും പ്രൊഡക്റ്റ്. അപ്പം 1991 ശേഷം കൂടുതൽ മാർക്കറ്റ് ഓറിയൻറ്റഡ് അഥവാ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയി സർവീസ് കൊടുക്കാൻ തുടങ്ങി. അപ്പം മാർക്കറ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏർലിയർ പ്രൊഡക്ഷൻ ഫസ്റ്റ് ആൻഡ് ദെൻ ഗോ ഫോർ മാർക്കറ്റ് വാസ് ദ സ്ട്രാറ്റജി. ബട്ട് ഇൻ ദിസ് ഫാസ്റ്റ് ചേഞ്ചിങ് ബിസിനസ് വേൾഡ് ഫസ്റ്റ് വി ഷുഡ് സ്റ്റഡി അബൌട്ട് ദ മാർക്കറ്റ് ആൻഡ് ദെൻ പ്രൊഡ്യൂസ് ദ ഗുഡ്സ് അക്കോർഡിംഗ്ലി. അപ്പം ഇപ്പോൾ ആദ്യം മാർക്കറ്റ് പഠിച്ച് അനലൈസ് ചെയ്ത് ഏത് പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് ആവശ്യം എന്ന് മനസ്സിലാക്കി ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു കസ്റ്റമർ ഓറിയൻറ്റഡ് അഥവാ മാർക്കറ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് സ്വീകരിച്ചു. ഇതിനൊരു എക്സാമ്പിളാണ് ഈ നാനോ കാറൊക്കെ. നാനോ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ആളുകൾക്ക് ഒരു ചെറിയ കാർ അഥവാ ഒരു കാർ അവരുടെ ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണെന്നൊക്കെ മനസ്സിലാക്കി ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം മാർക്കറ്റ് ഓറിയൻറ്റേഷനാണ് സിക്സ്ത് പോയിന്റ്. സെവൻത് പോയിന്റ്, ലോസ് ഓഫ് ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ.
പൊതുമേഖലയ്ക്ക് ബഡ്ജറ്റിലൂടെ ലഭ്യമായിരുന്ന ധനസഹായം നഷ്ടപ്പെട്ടു. ഈ 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഒരു മാറ്റമാണ് ഇത്. അപ്പം കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിലൂടെ പബ്ലിക് സെക്ടറിന് കൊടുത്തിരുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട വന്നു. കാരണം അവർക്ക് വേണ്ടിയുള്ള ഫിനാൻസസും റിസോഴ്സസും ഒക്കെ അവർ തന്നെ സംഘടിപ്പിക്കേണ്ടത് വന്നു. അപ്പം അവർ സ്വന്തമായിട്ട് റിസോഴ്സസ് ഒക്കെ സ്വരൂപിച്ച് ബിസിനസ് കണ്ടിന്യൂ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് കൂടുതൽ എഫിഷ്യൻ്റ് ആവാൻ കാരണമായി. അപ്പം ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിലെ 7th പോയിന്റ് അഥവാ ലാസ്റ്റ് പോയിന്റ് ആണ് ലോസ് ഓഫ് ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ. ഫണ്ട് അലോട്ട്മെന്റ് ഫ്രം ഗവൺമെൻറ് റവന്യൂ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ദ ഇയേഴ്സ്. ദിസ് മെയ്ഡ് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ടു ബിക്കം മോർ എഫിഷ്യൻറ്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലൂടെയുള്ള ഫണ്ട് അലോക്കേഷൻ കുറഞ്ഞതുകൊണ്ട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് കൂടുതൽ എഫിഷ്യൻ്റ് ആകേണ്ട വന്നു. കാരണം അവർക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിലും ഓപ്പറേഷൻസും റിസോഴ്സസും ഒക്കെ അവർ തന്നെ സ്വരൂപിക്കേണ്ട വന്നതുകൊണ്ട് അവർ കൂടുതൽ എഫിഷ്യൻ്റ് ആയി. 7th പോയിന്റ് ലോസ് ഓഫ് ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ എന്ന് വെച്ചാൽ പൊതുമേഖലയ്ക്ക് ബഡ്ജറ്റിലൂടെ ലഭ്യമായിരുന്ന ധനസഹായം കുറഞ്ഞു അഥവാ നഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പം ഈ കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിലൂടെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് കുറച്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് ഈ 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നത് മൂലം ഈ ബഡ്ജറ്റിലൂടെ കൊടുത്തിരുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് കാലക്രമേണ കുറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെ അത് കൂടുതൽ എഫിഷ്യൻ്റ് ആകാൻ സഹായിച്ചു. കാരണം അവരുടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ളതും ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനൊക്കെയുള്ള റിസോഴ്സസും അതിന് വേണ്ടുന്നുള്ള കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസും അതിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും എല്ലാം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് തന്നെത്താൻ കണ്ടുപിടിക്കേണ്ട ഇത് ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെ ആ ഡിസിഷൻ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കാൻ സഹായിച്ചു. അപ്പം ലാസ്റ്റ് പോയിൻ്റാണ് ലോസ് ഓഫ് ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ. ഫണ്ട് അലോട്ട്മെൻറ്റ് ഫ്രം ഗവൺമെൻറ് റവന്യൂ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ദ ഇയേഴ്സ്. ദിസ് മെയ്ഡ് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ടു ബി മോർ എഫിഷ്യൻറ്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പം ഫണ്ട് അലോക്കേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫണ്ട് അലോക്കേഷൻ കുറഞ്ഞപ്പോൾ അത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആകാൻ വേണ്ടിയിട്ട് സഹായിച്ചു. അപ്പം അവർ സ്വന്തമായിട്ട് റിസോഴ്സസ് ഒക്കെ കണ്ടെത്താൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ടു ജനറേറ്റ് ദെയർ ഓൺ റിസോഴ്സസ്. അപ്പം ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗവൺമെൻറ് പോളിസി ചേഞ്ചസിൻ്റെ ഇമ്പാക്റ്റ് ആണ്. ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 7 ഇമ്പാക്റ്റ് ആണുള്ളത്. ആദ്യത്തേത് ഇൻക്രീസിങ് കോമ്പറ്റീഷൻ, സെക്കൻഡ് മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്, തേർഡ് റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ഫോർത്ത് നെസസിറ്റി ഫോർ ചേഞ്ച്, ഫിഫ്ത്ത് നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, സിക്സ്ത് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ ആൻഡ് ദ ഫൈനൽ വൺ ലോസ് ഓഫ് ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ. ഈ 7 എണ്ണമാണ് ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, അതെല്ലാം കൂടുന്ന ഡയമെൻഷൻസ് അഥവാ ഫാക്ടേഴ്സ് ഓർ എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന പോർഷനാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. ആ പോർഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്. അതായിരിക്കും മിക്കവാറും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ആ പോർഷനിൽ നിന്നായിരിക്കും. അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിലെ അപ്പോൾ എല്ലാ പോർഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും പോർഷൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.